പോയിട്ട് എന്ത് കിട്ടാനാണെന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ. അതിനുള്ള മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഏതെങ്കിലും ഒരു മനുഷ്യൻ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ഹജ്ജിന് കടന്നുപോയാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു നിനക്ക് പുറത്തു തരും. നിന്റെ ഉമ്മ അന്നു പ്രസവിച്ച വിട്ട മക്കളെ പോലെ അള്ളാഹു നിന്നെ ശുദ്ധീകരിക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. രണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹജ്ജിന് ഒറ്റ പ്രതിഫലമേ ഉള്ളൂ. ഹജ്ജിന് ഒറ്റ പ്രതിഫലമേ ഉള്ളൂ. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന. അല്ലാഹുവിന്റെ സ്വർഗമല്ലാതെ ഒരു പ്രതിഫലം നിനക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഹജ്ജിന് പോകുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ഹജ്ജായാൽ ആ മനുഷ്യൻ ഒരു ഹാജിയെ പോലെ മരിക്കുന്ന കാലം വരെ ഈ ഭൂമിയിൽ ജീവിച്ചാൽ ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം, ആ മനുഷ്യന് സ്വർഗമുണ്ടെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. മൂന്നാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹജ്ജിന് പോകുന്ന ഒരു മനുഷ്യൻ തന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഒരിക്കലും ഭയപ്പെടരുത്. ഹജ്ജിന് പോകുന്ന ഒരാൾ തന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഭയപ്പെടണ്ട. ആ മണ്ണിൽ പോകുന്ന മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഹജ്ജിന് പോകുന്ന ഒരു മനുഷ്യൻ എന്റെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ ഹജ്ജിന് ഉംറയ്ക്കൊക്കെ പോയിട്ടുള്ളവർക്ക് അതറിയാം. എന്റെ പ്രിയമുള്ളവരെ, ചിലപ്പോൾ ആരോഗ്യമുള്ള നമ്മളൊക്കെ അവിടെ പോകുമ്പോൾ തൗബാനാകും. എന്നാൽ ഒട്ടും സുഖമില്ലാത്തവരായിരിക്കും അവിടെ ചെല്ലുമ്പോൾ എല്ലാ അമലുകളും. മത്താഫിലൂടെ നടക്കാൻ തവാഫിന് പോകുമ്പോൾ ചോദിക്കും, ഉപ്പ നിങ്ങൾ നടക്കുന്നോ? ഞാൻ നടന്നോളാം ഉസ്താദെ. അപ്പ സൈജ്, ഞാൻ നടന്നോളാം ഉസ്താദെ. ആരോഗ്യം. എന്റെ പ്രിയമുള്ളവരെ, അവിടെ ചെല്ലുമ്പോൾ അല്ലാഹു ആരോഗ്യം നൽകുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് എന്തിനു ഭയപ്പെടുന്നു? ഇങ്ങനെ ഒരു കാരണങ്ങൾ പറഞ്ഞിട്ട് മുടക്കാനല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയെങ്കിലും പോയിട്ട് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചെയ്യൽ നിർബന്ധമാണല്ലോ. ആ അമല് പോയി ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹജ്ജെന്ന് പറഞ്ഞാൽ അറഫയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഒരമണിക്കൂറും കൂടെ ഇരിക്കോ? ഇരിക്കോ അതോ നിർത്തണോ? ഇരിക്കണോ അതോ നിർത്തുന്ന? എന്ത് വേണം? പറയണോ നിർത്തണോ? കാരണം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതുകൊണ്ടാ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്തിട്ട് വേണം ഉറങ്ങാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഈത്തപ്പഴത്തിന്റെ കുരു തൊണ്ടേ കുരുങ്ങാനില്ല. പറ, എന്ത് ചെയ്യണം? ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും ഇന്നുറങ്ങുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ചെയ്തിട്ട് വേണം ഉറങ്ങാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? പറ, ചെയ്യുവോ? പറ മനുഷ്യ, ചെയ്യുവോ? ഒരു ഇൻഷാ അല്ലാഹ് നല്ലതുപോലെ പറ. അള്ളാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം നൽകണ പടച്ചവൻ. ഇനി ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. ആദ്യം നിങ്ങളൊക്കെ ഒന്ന് നേരെ ഇരുന്നേ. നേരെ ഇരിക്ക്. കാരണം ഈ സദസ്സിലിരിക്കുന്നത് ആലിമീങ്ങൾ, അൽ ഉലമാ വറസത്തുൽ അംബിയ. അൻബിയാക്കന്മാരുടെ അനന്തര അവകാശികളാണ് ആലിമീങ്ങൾ. അപ്പൊ ആ ആലിമീങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അതിൻ്റെതായൊരു മര്യാദ ഉണ്ടല്ലോ. നമ്മുടെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഒന്നുമില്ലെങ്കിലും പ്രായമുള്ള ഉസ്താദന്മാരല്ലേ. നമ്മുടെ കാര്യം വിട്, അവരൊക്കെ പ്രായമുള്ളവരാണല്ലോ. അവരെ ബഹുമാനിക്കേണ്ടവരും ആദരിക്കേണ്ടവരുമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങളിൽ നോക്കുന്നത്, 5 കാര്യങ്ങളിൽ നോക്കുന്നത് ഇബാദത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 5 കാര്യങ്ങളിൽ നോക്കുന്നത് ഇബാദത്താ. 5 കാര്യങ്ങൾ നോക്കുന്നത് ഇബാദത്ത്. കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടുത്തൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഏതൊക്കെ 5 കാര്യം? 5 കാര്യങ്ങൾ നോക്കിയാൽ കണ്ണാടി വേണ്ട. അത് ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമാ. ഒന്ന് പരിശുദ്ധമായ കഅബാലയത്തിൽ നോക്കിയിരിക്കുന്നത് ഇബാദത്താണെന്ന് നബിയിന റസൂലുള്ളാഹി. പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ഇങ്ങനെ ചുമ്മാതെ നോക്കിക്കൊണ്ടിരുന്നാ മതി. ആ നോക്കുന്നത് ഇബാദത്താ. ആ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടൂല. 2 അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ഈ മക്കൾ പഠിക്കുന്ന ഖുർആൻ, അത് നോക്കിക്കൊണ്ടിരുന്നാ മതി ഇബാദത്തിന്റെ കൂലി. കണ്ണാടിയൊന്നും വെക്കണ്ട, പോയിരുന്ന് നോക്കിക്കോ. അള്ളാന്റെ ഖുർആൻ എടുത്ത് വെച്ച് നോക്കിക്കോ, കാഴ്ച ശക്തി നഷ്ടപ്പെടൂല. 3 നമ്മുടെ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മച്ചിയുടെ മുഖത്ത് നോക്കിയിരിക്കുന്നത് ഇബാദത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ഉമ്മയുടെ മുഖത്ത് നോക്കിയിരിക്കൽ ഇബാദത്ത്. അള്ളാഹു നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഇന്ന് ഉമ്മയുടെ മുഖത്ത് നോക്കാൻ നമുക്കൊന്നും സമയമില്ല, അതന്നെ അതിന്റെ സത്യം. ആ പ്രായം ചെന്ന മുടിയൊക്കെ നരച്ചുപോയ തൊലിയൊക്കെ ചുളുങ്ങിപ്പോയി. ഇനിയിപ്പോൾ അവരുടെ മുഖത്തെന്ത് നോക്കാനില്ലേ? ഉമ്മ പോലും കൊടുക്കണില്ല. സത്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മയ്ക്ക് ഉമ്മ കൊടുക്കണമെന്നായി. ഉമ്മായിക്ക് എവിടെയാ ഉമ്മ കൊടുക്കേണ്ടത്? കവളിലാണോ? എവിടെ ഉമ്മായിക്ക്? ഉമ്മായിക്ക് സത്യത്തിൽ ഉമ്മ കൊടുക്കേണ്ടത് ഉമ്മയുടെ നെറ്റിത്തടത്തില. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എവിടാ കൊടുക്കണ്ടേ? എവിടാ കൊടുക്കണ്ടേ? ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഇന്ന് വരെ ഉമ്മ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടോ? പറ മനുഷ്യന്മാരെ, കൊടുത്തിട്ടുണ്ടോ? കൊടുക്കൂല. നിനക്ക് ഉമ്മാടെ നെറ്റിയിൽ ഉമ്മ വെച്ചാൽ അള്ളാഹു തരുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിലേ പെണ്ണുമ്പിള്ള ഉമ്മ വയ്ക്കാൻ നിൽക്കൂല, മക്കളെ ഉമ്മ വയ്ക്കാൻ നിൽക്കൂല. ഉമ്മാടെ കട്ടിലിന്റെ ചാരത്ത് പോയിരുന്ന് മുത്തം വെക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ പറഞ്ഞിരട്ടെ? വേണ്ടെങ്കിൽ വേണ്ട, വേണ്ട. ഒരു പാലട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഞാനെന്തിനാ പറയണേ? എനിക്കതിന്റെ ഞാനതുകൊണ്ട് എൻ്റെ ഉമ്മാക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട്. വല്ലപ്പോഴും കിട്ടുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മാടെ നെറ്റിത്തരത്തിൽ തന്നെ ഉമ്മ വെക്കണത്. അൽഹംദുലില്ലാഹ്, അള്ളാഹ് എൻ്റെ ഉമ്മയ്ക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമ്മാടെ നെറ്റിത്തരത്തിൽ ഉമ്മ കൊടുത്ത അള്ളാഹ് തരുന്ന പ്രതിഫലം അറിയോ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ അവിടെ ഇരി കുറച്ചു നേരം കൂടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മാടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്ത്. 4 എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സംസം വെള്ളം നോക്കി കുടിക്കൽ ഇബാദത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സംസം വെള്ളം കൈ കിട്ടുമ്പോഴത്തേക്ക് എടുത്ത് അങ്ങോട്ട് കുടിക്കാനുള്ളതല്ല, ഒന്ന് നോക്കണം. ആ സംസം വെള്ളത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് വേണം കുടിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കാരണം സംസം വെള്ളത്തിന്റെ കുടിക്കുന്ന സമയത്ത് ദുആഇക്ക് ഇജാബത്ത് ഉണ്ടെന്ന. ഞാൻ ഹജ്ജിന് പോകുമ്പോ ഈ മലപ്പുറം, എനിക്ക് ഓർമ്മ, മഞ്ചേരി ഭാഗത്ത് ഇവിടെ ഉള്ള ഒരു മാഷുണ്ടായിരുന്നു, ഒരു വാപ്പയും മകനും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നോക്കുമ്പോ ആ വാപ്പ ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ ഓതും. അവസാനം മിനായിൽ നിന്നൊക്കെ ഹജ്ജൊക്കെ കഴിഞ്ഞു, അവസാനം മിനായിൽ നിന്ന് റൂമിൽ വന്നു. ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഈ വാപ്പ ഇങ്ങനെ ഇരുന്ന് ഖുർആൻ ഓതുന്നു. അന്ന് കണ്ണാടി പോലും ഇല്ല, ആ മനുഷ്യനന്ന് കണ്ണാടിയില്ല. അപ്പൊ ഞാൻ മാഷോട് ചോദിച്ചു, എന്തേ മാഷെ കണ്ണാടി? ഉസ്താദെ, മിനായി, സത്യം പറയുമ്പോൾ അദ്ദേഹം പറയാം, മിനായിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ കണ്ണാടി നഷ്ടപ്പെട്ടു പോയി. ആ സമയത്ത് ഈ മനുഷ്യൻ, എന്റെ പ്രിയമുള്ളവരെ, സംസം വെള്ളം കുടിക്കുമ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചോനെ എനിക്ക് ഖുർആൻ കാണുന്നില്ല, കാണാനുള്ള കാഴ്ച തരണം, എനിക്ക് ഖുർആൻ കണ്ടോതാനുള്ള ഭാഗ്യം തരണം. അവസാന റൂമിലിരിക്കും എന്നോട് പറഞ്ഞു, ഉസ്താദ് ആരോടും പറയത്തില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, എനിക്കിപ്പോൾ കണ്ണാടി വേണ്ട, എനിക്ക് ഖുർആൻ നല്ലതുപോലെ നോക്കി ഓതാൻ കഴിയുന്നു. സംസം വെള്ളം കുടിക്കുമ്പോൾ ഞാൻ ഈ നീയത്തോടു കൂടിയാ ചെയ്തത്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കണ്ടു മരിക്കാൻ ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതാ സംസം വെള്ളം കുടിക്കുമ്പോ സംസം വെള്ളത്തിൽ നോക്കിയിട്ട് വേണം കുടിക്കാൻ. അത് ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മക്കത്ത് ചെന്നിട്ട് സ്വന്തം കൈകൊണ്ട് മതി വരുവോളം കോരി കുടിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന 5ാമത്തെ കാര്യം, ആലിമീങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ഇബാദത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആലിമീങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കൽ. ഉസ്താദന്മാരുണ്ടല്ലോ, ഉസ്താദന്മാർ എന്ന് പറഞ്ഞാൽ ഉസ്താദന്മാര്. സാധാരണ നമുക്കറിയാം ആലിമീങ്ങൾ, ഇവരൊക്കെ ഒരുപാട് വർഷം കൊണ്ട് ഇൽമു പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചവരാണ്, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവരാ. ആലിമീങ്ങളുടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്താ. അള്ളാഹു നമ്മുടെ ഉസ്താദന്മാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു, അള്ളാന്റെ റസൂൽ എവിടെന്ന് പറയുകയാണ്, ഹജ്ജെന്ന് പറഞ്ഞാൽ അറഫയാണ്, ഹജ്ജെന്ന് പറഞ്ഞാൽ അറഫയാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, എല്ലാവരും അറഫ ഇങ്ങനെ കരുതിയിട്ട് കാത്തിരിക്കുകയാണ്. അറഫയുടെ ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ഇങ്ങനെ കാത്തിരിക്കുമ്പോ ആ അറഫയുടെ മഹത്വം എന്തെന്നറിയുമോ? ആ അറഫയുടെ ദിവസത്തിന്റെ പവിത്രത എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ അറഫാ ദിവസത്തിലെ ദുആയിക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അറഫയുടെ ദിവസത്തിലെ ദുആ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് അറഫ മൈതാനയിലെ ദുആ ഉണ്ടല്ലോ, ആ ദുആ തള്ളപ്പെടാത്ത ദുആയാണ്. അതിന് അല്ലാഹു ഉത്തരം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരു മനുഷ്യന്റെ പാപം പൊറുക്കുന്നത് 3 കാര്യങ്ങൾ കൊണ്ടാണ്. ഒരു മനുഷ്യന്റെ തൗബ എങ്ങനെയെന്നറിയുമോ? ഒരു മനുഷ്യന്റെ തൗബ എങ്ങനെയെന്നറിയുമോ? 3 രീതിയിലാണ് തൗബയുള്ളത്. നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നത് 3 കാര്യങ്ങളിലൂടെയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബ, ഒരു മനുഷ്യന്റെ തൗബ എങ്ങനെയെന്നറിയുമോ? 3 രീതിയിലാണ് തൗബയുള്ളത്. നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നത് 3 കാര്യങ്ങളിലൂടെയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബ, മുത്തുനബി അവിടെന്ന് പറഞ്ഞു തരികയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ചില പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരുപാട് പാപം ചെയ്തവരാണ്. പടച്ചവനെ കള്ളു കുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, പലിശ തിന്നിട്ടുണ്ട്, അഹങ്കരിച്ചിട്ടുണ്ട്, അല്ലാഹനെ മറന്ന് നടന്നിട്ടുണ്ട്. ഒരുപാട് പാപങ്ങൾ ഞാനും നിങ്ങളും ചെയ്തവരാണ്. പക്ഷേ എല്ലാ പാപവും ഒന്നുപോലെ പൊറുക്കപ്പെടൂല. ഒരേ രീതിയിലുള്ള തൗബ കൊണ്ട് പാപം പൊറുക്കൂല. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഉളുവെടുത്താൽ അല്ലാഹു പാപം പൊറുക്കും, സദഖ കൊടുത്താൽ അല്ലാഹു പാപം പൊറുക്കും, ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്താൽ അല്ലാഹു പാപം പൊറുക്കും, നിസ്കരിച്ചാൽ ചില പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. എന്റെ പ്രിയമുള്ളവരെ, ചില സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. 2, പടച്ച റബ്ബിന്റെ മുന്നിൽ തൗബ ചെയ്താൽ, അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങൾ പൊട്ടിക്കരന്നുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്താൽ അല്ലാഹു ചില പാപങ്ങൾ പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവേ, ഞാൻ കള്ളു കുടിച്ച് പടച്ചവര്, ഞാൻ വ്യഭിചരിച്ചു പടച്ചവര്, ഞാൻ അല്ലാഹുവേ പലിശ തിന്ന് പടച്ചവര്, ഞാൻ നിസ്കരിക്കാത്തവനാണ് പടച്ചവര്. ജീവിതത്തിൽ ചെയ്തു പോയ ചില പാപങ്ങള് തൗബ ചെയ്താൽ അല്ലാഹു പുറത്തു വരും, തൗബ ചെയ്താൽ അല്ലാഹു പുറത്തു വരും. പക്ഷേ ചില പാപങ്ങളുണ്ട്, ചില പാപങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇന്ന മിനദ്ദുനൂബി ദുനൂബാ, ഇന്ന മിനദ്ദുനൂബി ലദുനൂബാ ലാ യുകഫിറുഹാ ഇല്ലൽ വുഖൂഫുൽ അറഫാ. ജീവിതത്തിൽ ചെയ്ത ചില പാപങ്ങൾ അല്ലാഹു പൊറുക്കണമെങ്കിൽ, ജീവിതത്തിൽ ചെയ്ത പല പാപങ്ങൾ അല്ലാഹു പൊറുക്കണമെങ്കിൽ അത് അറഫയിൽ പോയി നിന്നാലേ അല്ലാഹു ആ പാപം പൊറുക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ചില ജീവിതത്തിൽ ചെയ്ത ചില പാപം പൊറുക്കണമെങ്കിൽ സൽക്കർമ്മം ചെയ്തതിന്റെ പേരിൽ പൊറുക്കൂല. വെള്ളിയാഴ്ചയോ 27-ാം രാവിനോ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തതിന്റെ പേരിൽ പൊറുക്കൂല. അത് പൊറുക്കണമെങ്കിൽ അറഫയുടെ മൈതാനയിൽ പോയി നിന്ന് ദുആ ചെയ്താലേ അല്ലാഹു പൊറുത്തു തരൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് അവിടെ പോയി തൗബ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. മുത്തുനബി പറഞ്ഞത്, അവിടെ പോയി ദുആ ചെയ്താലേ നിന്റെ ആ പാപം പൊറുക്കൂ. അല്ലാതെ നീ എവിടെ കിടന്ന് ദുആ ചെയ്തിട്ട് കാര്യമുണ്ടോ? എവിടെ കിടന്ന് വിളിച്ചു വീട്ട് കാര്യമുണ്ടോ? ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹ വർഷങ്ങളോളം ഈ ഭൂമിയുടെ നാനാഭാഗങ്ങളിൽ കിടന്ന് കരഞ്ഞു ദുആ ചെയ്ത് നടന്നല്ലോ. അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചത് എവിടെ വെച്ചാ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ചെയ്ത ചില പാപങ്ങളുണ്ട്. അത് ഏത് പാപമാണെന്ന് അല്ലാഹു ആലം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
ജീവിതത്തിൽ ചെയ്ത ചില പാപങ്ങൾക്ക് പൊറുക്കണമെങ്കിൽ അതിനവിടെ തന്നെ പോകണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി എവിടെ നിന്ന് പറഞ്ഞു, അറഫ ദിവസം അറഫയിലെ ദുആയിക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അറഫയുടെ രണ്ടാമത്തെ മഹത്വം എന്തെന്നറിയുമോ? അറഫയുടെ രണ്ടാമത്തെ മഹത്വം എന്തെന്നറിയുമോ? അള്ളാഹു അടിമകളെ കുറിച്ച് മലക്കുകളോട് പറയുന്ന ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അറഫയുടെ ദിവസം അള്ളാഹു വല്ലാത്ത സന്തോഷത്തിലാണ്. അള്ളാഹു മലക്കുകളോട് പറയുകയാ. റസൂലുള്ള പറയുന്നുണ്ട്, ഇദാ കാന യൗമു അറഫ ഇന്നല്ലാഹ യുനസ്സിലുൽ അസ്മാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ഇന്നല്ലാഹ യൻസിലുസ് സമാഅ ഇല ദുനിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുകയാ, നോക്കു മലക്കുകള്, എന്റെ അടിമകളെ നോക്കു മലക്കുകള്, നിങ്ങൾ ഇവരെയല്ലേ സിദ്ധിക്കരുതെന്ന് പറഞ്ഞത്, ഫിത്നയും ഫസാദും ഉണ്ടാക്കുമെന്ന് പറഞ്ഞവരെ നിങ്ങൾ നോക്കൂ. എന്റെ അടിമകളെ കണ്ടു, എന്റെ അടിമകളെ കണ്ടു. അവരെല്ലാവരും അവരുടെ മോഹങ്ങളും അവരുടെ സ്വപ്നങ്ങളും അവരുടെ വികാരങ്ങളും അവരുടെ വിചാരങ്ങളും എല്ലാം വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് അല്ലാഹുവേ 2 കഷ്ടം വെള്ളത്തുണിയും ധരിച്ചുകൊണ്ട് അല്ലാ 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 എന്ന് വിളിച്ചുകൊണ്ട് അറഫയിൽ നിൽക്കുന്നത് കണ്ടോ മലക്കുകള്? ആ മനുഷ്യനെ നീ നോക്ക്, ആ പെണ്ണിനെ നീ നോക്ക്. അല്ലാഹു മലക്കുകളോട് പറയുകയാണ്, അറഫയുടെ മൈതാനയിൽ നിന്നുകൊണ്ട് തൗബ ചെയ്യുന്ന മനുഷ്യനെ കാണുമ്പോ അല്ലാഹു മലക്കുകളോട് പറയുകയാ, നിങ്ങൾ നോക്കൂ, എന്റെ അടിമകളെ കണ്ടോ, എന്റെ ഇഷ്ടദാസന്മാരെ കണ്ടോ, അവനല്ല പുറത്തു. അല്ലാഹു പറയുകയാണ്, ഞാൻ അവനെ പുറത്തു കൊടുത്തിരിക്കുന്നു, ഞാൻ ആ പെണ്ണിനെ പുറത്തു കൊടുത്തിരിക്കുന്നു. അല്ലാഹു നാളെ മലക്കുകളോട്, അറഫയുടെ ദിവസം അല്ലാഹു മലക്കുകളോട് അടിമകളെ കുറിച്ച് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പോകാത്ത മനുഷ്യനത് പറഞ്ഞാ മനസ്സിലാവൂല, ടിവിയിലൂടെ കാണുന്നവർക്കത് മനസ്സിലാവൂല. കരയാത്ത ഒരു കണ്ണുകളുമില്ല, അറഫയുടെ മൈതാനയിൽ നിറയാത്ത ഒരു കണ്ണുകളുമില്ല. അറഫയുടെ മണ്ണെന്ന് കണ്ണുനീര് കൊണ്ട് നനയുകയാണ്. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരന്നുകൊണ്ട് ഏറ്റുപറയുമ്പോ അല്ലാഹു മലക്കുകളോട് പറയുകയാണ്, എന്റെ ഇഷ്ടദാസന്മാർ കണ്ടു, എന്റെ അടിമകളെ കണ്ടു, കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമെല്ലാം എനിക്ക് വേണ്ടി അവര് വലിച്ചെറിഞ്ഞു വന്നത് കണ്ടു, അവരുടെ ഭാര്യയെയും മക്കളെയും വിട്ടിട്ട് വന്നത് കണ്ടു, അവരുടെ കച്ചവടം കളഞ്ഞിട്ട് വന്നത് കണ്ടു, അവരുടെ ദുനിയാവ് കളഞ്ഞിട്ട് അവരെന്റെ ആഖിറത്തിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വന്നു നിൽക്കുന്നത് കണ്ടു. മലക്കുകള്, ഞാൻ ഇവർക്ക് പുറത്തു കൊടുക്കുമെന്ന് അല്ലാഹു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മുത്തുനബി പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവേ അന്നത്തെ ദിവസമുണ്ടല്ലോ നരകത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേര് രക്ഷപ്പെടുന്ന ദിവസമേതാ? അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, നരകത്തിന്റെ ലിസ്റ്റിൽ അല്ലാഹു പേരെഴുതിയിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ നരകത്തിന്റെ അവകാശികളിൽ നിന്ന് സ്വർഗത്തിന്റെ അവകാശികളായി ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കുന്ന ദിവസം ഏതെന്നറിയുമോ? അത് അറഫയുടെ ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏറ്റവും കൂടുതൽ പേര് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ദിവസമാണ് അറഫ. മുത്തുനബി പറയുന്നു, സഹാബാ, ഇബ്ലീസ് കരയുന്ന ദിവസമാണ് സഹാബാ, ഇബ്ലീസ് കരയുന്ന ദിവസമാണ്, ഇബ്ലീസ് കരയുന്ന ദിവസമാണ്, ഇബ്ലീസിന്റെ കണ്ണ് നിറയുന്ന ദിവസമാണ്. അറഫയുടെ മൈതാനയിൽ ലക്ഷങ്ങളെ പടച്ച റബ്ബിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകത്തിൽ നിന്ന് അവര് രക്ഷപ്പെടുന്നത് കാണുമ്പോ
ഇബ്ലീസ് കരയുകയാ. എന്തിനാ കരയുന്നതെന്നറിയുമോ? അല്ലാഹുവിനോട് ഇബ്ലീസ് പറഞ്ഞു, അല്ലാ, നിന്റെ അടിമകളെ ഞാൻ പിഴപ്പിക്കും തമ്പുരാന്. ഒരുത്തരയിൽ ഞാൻ വെറുതെ വിടില്ല. മുകളിലൂടെ താഴെയിലൂടെ നാനാഭാഗത്തുകൂടെ കടന്നു ചെന്നിട്ട് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവരാക്കും പടച്ചവര്. നിന്റെ അടിമകളെ ഞാൻ വെറുതെ വിടില്ല തമ്പുരാന്. അല്ലാഹു പറഞ്ഞു, ഇല്ലടാ, എല്ലാ അടിമകളെയും പിഴപ്പിക്കാൻ നിനക്ക് കഴിയൂല. എനിക്ക് ഇഷ്ടപ്പെട്ട ചില അടിമകളുണ്ട്, എനിക്കിഷ്ടപ്പെട്ട ചില അടിമകളുണ്ട്. നീ തോറ്റുപോകുമടാ അവരുടെ മുന്നില്, നീ പരാജയപ്പെട്ടു പോകുമടാ അവരുടെ മുന്നില്. അല്ലാഹുവേ, അറഫയുടെ മൈതാനയിൽ ലക്ഷങ്ങളെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും കഴുകിക്കളഞ്ഞിട്ട് അവരല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികളാകുമ്പോ ഇബ്ലീസ് ഓരോ ഹാജിയെയും നോക്കിയിട്ട് കരയുകയാ. ഞാൻ ഇവന്റെ മുന്നിൽ തോറ്റുപോയല്ലോ, ഞാൻ ഈ പെണ്ണിന്റെ മുന്നിൽ തോറ്റുപോയല്ലോ. അല്ല പറഞ്ഞ അടിമ ഇവളാണല്ലോ, അല്ല പറഞ്ഞ അടിമ ഇവനാണല്ലോ. ഇബ്ലീസ് കരയുകയാണ്, ഇബ്ലീസ് കരയുകയാണ്. മുത്തുനബി പറഞ്ഞു, സഹാബാ, ഇബ്ലീസ് അന്നത്തെ ദിവസം തന്റെ തലയിൽ മണ്ണ് വാരിയിടുന്ന ദിവസമാണ് സഹാബാ. ഇബ്ലീസ് കരഞ്ഞുകൊണ്ട് തന്റെ തലയിലേക്ക് മണ്ണ് വാരിയിടുന്ന ദിവസമാ. കാരണം എന്തെന്നറിയോ? അറഫയുടെ ദിവസം അല്ലാഹു ജനങ്ങളുടെ പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഈമാനുള്ളവരെ, ഈമാനുള്ളവരെ, ഈ ഹദീസ് നീ നല്ലതുപോലെ പഠിച്ചോ. മുത്തുനബി പറയുകയാണ്, ലം യബ്കാ അഹദൻ ഫീ ഖൽബി മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർബലിൻ മിനൽ ഈമാൻ. ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ള മനുഷ്യന് അല്ലാഹു അറഫയുടെ ദിവസം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ള മനുഷ്യന് അല്ലാഹു അറഫയുടെ ദിവസം പുറത്തു കൊടുക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോ സഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അഹ്ലുൽ അറഫത്തി ഖാസാ, അറഫയിൽ ഒരുമിച്ച് കൂടിയവരുടെ പാപം മാത്രമേ പൊറുക്കുവോ? അറഫയിൽ ഒരുമിച്ച് കൂടിയവരുടെ പാപം മാത്രമേ അല്ലാഹു പൊറുക്കുകയുള്ളൂ? മുത്തുനബി പറഞ്ഞു, ഇല്ല സഹാബാ, ഈ ലോകത്ത് അല്ലാഹുവിന്റെ ഈ പ്രപഞ്ചത്തില് ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ള ഏത് മനുഷ്യൻ ദുആ ചെയ്താൽ അറഫയുടെ ദിവസം അല്ലാഹു അവന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത് കാണുമ്പോഴാ ഇബ്ലീസ് മണ്ണ് വാരിയിടുന്നത്. ഈ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയ ഒരു മനുഷ്യർ, അല്ലാഹുവേ, അറഫയുടെ മൈതാനയിൽ നിന്ന് എന്റെ പാപം പൊറുക്കണേ എന്ന് അറഫയുടെ ദിവസം കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ ഈ സദസ്സിലിരുന്ന് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനുണ്ടല്ലോ, തന്റെ വീടിന്റെ അകത്തിരുന്ന് ദുആ ചെയ്യുകയാ, തന്റെ വീടിന്റെ അകത്തിരുന്ന് കരയുകയാ, അല്ലാഹുവേ, ഈ അറഫയുടെ ദിവസം എന്റെ പാപം പൊറുക്കണേ അല്ലാ. ഒരു കടുകുമണിയുടെ അളവിന്റെ ഈമാൻ നിനക്കുണ്ടോ? നീ വീട്ടിലിരുന്ന് ദുആ ചെയ്താൽ അല്ലാഹു നിന്റെ പാപം പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുത്തുനബി അവിടെന്ന് പറയുകയാണ്, അറഫയുടെ ദിവസം കണ്ണിനെയും അവന്റെ നാവിനെയും അവന്റെ ചെവിയെയും ആര് സൂക്ഷിക്കുന്നുണ്ടോ അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാ അറഫയുടെ ദിവസം നോമ്പ് പിടിക്കണമെന്ന് പറയുന്നത്. നിന്റെ നാവിനെ സൂക്ഷിക്കണമെങ്കിൽ നോമ്പ് വേണമല്ലോ, നിന്റെ ചെവിയെ സൂക്ഷിക്കണമെങ്കിൽ നോമ്പ് വേണമല്ലോ. അല്ലാഹുവേ, നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കണമെങ്കിൽ നോമ്പ് വേണമല്ലോ. നമ്മൾ പല പാപവും ചെയ്യാത്തത് അതാണല്ലോ
എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോ എനിക്കിന്ന് നോമ്പാണെന്ന് പറയുന്നത്. അതുകൊണ്ട് അറഫയുടെ ദിവസം നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കടോ, നിങ്ങളുടെ കണ്ണിനെ സൂക്ഷിക്കടോ, നിങ്ങളുടെ ചെവിയെ സൂക്ഷിക്കടോ. അള്ളാഹു നിങ്ങളുടെ പാപം പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാണ് അറഫയുടെ മഹത്വം, അതാണ് അറഫയുടെ മഹത്വം, അതാണ്